ശാശ്വതികാനന്ദയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് LDF. മരണത്തിൽ അസ്വാഭാവികതയെന്നും പുനരന്വേഷണം വേണമെന്നും ശിവഗിരി മഠാധിപതി പ്രകാശാനന്ദ. അതേസമയം അന്വേഷണ വിഷയത്തിൽ BJP രണ്ട് തട്ടിലാണ്. പുനരന്വേഷണത്തിന് ഇപ്പോൾ സാധ്യതയില്ലെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സ്വാമി ശാശ്വതികാനന്ദയുടെ മരണത്തെക്കുറിച്ചുള്ള വിവാദ വെളിപ്പെടുത്തലിൽ ഇന്നും നിരവധി പ്രതികരണങ്ങളാണ് ഉണ്ടായത്. ശാശ്വതികാനന്ദയുടെ മരണത്തിൽ പുനരന്വേഷണം വേണമെന്ന് LDF ആവശ്യപ്പെട്ടു. വിവിധ രീതിയിലുള്ള തെളിവുകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യം, അത് തെളിവാണോ വസ്തുതയാണോ എന്നറിയണമെങ്കിൽ അത് അന്വേഷിക്കണം. അന്വേഷണം വേണം, അത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നടത്തണം എന്ന കാര്യത്തിലാണ് ഞങ്ങൾക്ക് അഭിപ്രായം. സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ പറഞ്ഞു. കണ്ടു കാഴ്ചയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നല്ല റൗണ്ടായിട്ട് ഒരു അടയാളവും കിടപ്പുണ്ട്. വ്യക്തതകൾ മാറാൻ ഒരു പുനരന്വേഷണം അല്ലെങ്കിൽ ഒരു CBI അന്വേഷണം ആവശ്യമുണ്ടെന്ന് സ്വാമിക്ക് തോന്നുന്നുണ്ട്? ആവശ്യം എല്ലാവർക്കും ഉണ്ട്, എനിക്ക് തന്നെ എല്ലാവർക്കും ആവശ്യമുണ്ട്. ശാശ്വതികാനന്ദയുടെ മരണത്തിൽ പുനരന്വേഷണം വേണമെന്ന് പിണറായി വിജയനും ആവശ്യപ്പെട്ടു. ഇപ്പോൾ അതുമായെല്ലാം നേരിട്ട് അറിയാവുന്നവർ പരസ്യമായി പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ സമഗ്രമായ പുനരന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. അതേസമയം ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. അതേസമയം പുനരന്വേഷണ വിഷയത്തിൽ BJPയിൽ ഭിന്നത രൂക്ഷമാണ്. ശാശ്വതികാനന്ദയുടെ മരണത്തിൽ പുനരന്വേഷണം വേണമെന്ന് ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടപ്പോൾ പുനരന്വേഷണം വേണ്ട എന്നായിരുന്നു O രാജഗോപാലിന്റെ പ്രതികരണം. ആക്ഷേപമുള്ള ആളുകളുണ്ടെങ്കിൽ അവരവരുടെ തെളിവുകൾ കുറ്റാന്വേഷണ സംവിധാനത്തിന് കൊടുക്കുക, അല്ലെ ഗവൺമെൻറ് സംവിധാനത്തിന് കൊടുക്കുക, അല്ല അന്വേഷണത്തിലൂടെ അവർക്ക് തെളിവുകളുണ്ട്, അവർ തെളിവ് കൊടുക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം വേണം. ആക്ഷേപത്തിൻ്റെ കാര്യത്തിൽ നിയമാനുസൃതമായ അന്വേഷണം വേണമെന്ന ഉള്ള വാദഗതികളുണ്ടാവും. ഈ മൂന്ന് വാദഗതികളും ഇക്കാര്യത്തിൽ യോജിച്ചിരിക്കുകയാണ്. നിലവിൽ പുനരന്വേഷണത്തിന് സാധ്യതയില്ലെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. വെള്ളാപ്പള്ളി നടേശന്റെ അനധികൃത സ്വത്തുക്കളുടെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. SN ട്രസ്റ്റ് മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി കിളിമാനൂർ ചന്ദ്രബാബുവാണ് തെളിവുകൾ പീപ്പിൾ TVയിലൂടെ പുറത്തുവിട്ടത്. വെള്ളാപ്പള്ളിക്കും തുഷാറിനും UAEയിലും തായ്ലൻഡിലെ പട്ടായയിലും ഫ്ളാറ്റുകൾ ഉള്ളതായി രേഖകൾ. കോളേജ് പ്രവേശനത്തിന് കോഴ വാങ്ങിയതിനും തെളിവുകൾ പുറത്തുവന്നു. SN ട്രസ്റ്റ് മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി കിളിമാനൂർ ചന്ദ്രബാബു പീപ്പിൾ TVയിലൂടെയാണ് വെള്ളാപ്പള്ളി നടേശന്റെയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെയും അനധികൃത സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത്. വിവിധ വിദേശ രാജ്യങ്ങളിൽ ഇരുവർക്കും ഒട്ടേറെ സ്വത്തുക്കളുണ്ടെന്ന് കിളിമാനൂർ ചന്ദ്രബാബു പറഞ്ഞു. തായ്ലൻഡിലെ പട്ടായയിൽ തുഷാറിന്റെ ഉടമസ്ഥതയിലുള്ള 2 ഫ്ളാറ്റുകളുടെ ഫോട്ടോകളും അദ്ദേഹം പുറത്തുവിട്ടു. ഇന്ത്യക്ക് പുറത്ത് UAEയിൽ വിവിധ സ്ഥലങ്ങളിലായി 1,00,000 സ്ക്വയർ ഫീറ്റ് വീതം വരുന്ന വിവിധ പ്ലോട്ടുകൾ വാങ്ങിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ വെയർ ഹൗസ് ചെയ്യാനൊക്കെ അപ്ലൈ ചെയ്യുവാനുള്ള പ്രോസസ്സിങ്ങിലാണ് നടന്നുകൊണ്ടിരുന്നത്. ബാങ്കോക്കിൽ പട്ടായ് ബീച്ചിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ വേശ്യാലയമാണ്. ആ വേശ്യാലയത്തിൽ ഏതാണ്ട് 2 ബിൽഡിങ്ങുകളിലായി 3 ഫ്ലാറ്റ് വാങ്ങി. SN കോളേജുകളിൽ പ്രവേശനത്തിന് ഡൊണേഷൻ വാങ്ങാറില്ലെന്ന വെള്ളാപ്പള്ളി നടേശന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകളും കിളിമാനൂർ ചന്ദ്രബാബു പുറത്തുവിട്ടു. വിവിധ കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനായി ലക്ഷക്കണക്കിന് രൂപ വാങ്ങി പിന്നീട് അതിന്റെ വിവരങ്ങൾ രേഖകളിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നുവെന്ന് ചന്ദ്രബാബു പറയുന്നു. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അഡ്മിഷനിലൂടെയും അപ്പോയിൻമെൻറ്റിലൂടെയും വന്നുകൊണ്ടിരിക്കുന്ന കോടികൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബത്തിലെയും അദ്ദേഹത്തിൻ്റെ സ്വന്തം മുതലാക്കിയും മാറ്റുവാൻ വേണ്ടി മാത്രമാണ് വിനിയോഗിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും കിളിമാനൂർ ചന്ദ്രബാബു പീപ്പിൾ TVയോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മാധ്യമങ്ങൾക്ക് പിടികൊടുക്കാതെ സ്വാമി ശാശ്വതികാനന്ദയുടെ സന്തത സഹചാരിയായിരുന്ന സാബു. ശാശ്വതികാനന്ദയുടെ മരണം കൊലപാതകമാണെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് സാബുവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നായിരുന്നു മറുപടി. സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നെങ്കിലും സുപ്രീം കോടതിയിൽ ലക്ഷങ്ങൾ പ്രതിഫലം പറ്റുന്ന അഭിഭാഷകരെ ഏർപ്പെടുത്തി പരിശോധനയിൽ നിന്ന് സാബു ഒഴിവായത് ദുരൂഹത ഉണർത്തിയിരുന്നു. സ്വാമി ശാശ്വതികാനന്ദയുടെ ദുരൂഹമരണം നടന്ന് 13 വർഷം പിന്നിടുമ്പോഴാണ് സന്തത സഹചാരിയായിരുന്ന സാബുവിൻ്റെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത്. സ്വാമിയുടെ മരണത്തിന് മുമ്പ് ഒപ്പമുണ്ടായിരുന്നത് സാബുവായിരുന്നു. സാബുവിനെ 2 ദിവസമായി നേരിൽ കാണാൻ ശ്രമിച്ചുവെങ്കിലും ഇതുവരെ കഴിഞ്ഞില്ല. വർക്കല ബീച്ചിലെ ഒരു ഹോട്ടലിൽ മാനേജറാണ് സാബു ഇപ്പോൾ. ഹോട്ടലിലും വീട്ടിലും അന്വേഷിച്ചുവെങ്കിലും ഇല്ലെന്നായിരുന്നു മറുപടി. ടെലിഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ സാബുവിൻ്റെ മറുപടി ഇങ്ങനെ. ഹലോ സാബുചേട്ടനല്ലേ? സാബുചേട്ടനല്ലേ? ചേട്ടാ, ഞാൻ ദിനകരാണ്, കൈലി TVയുടെ റിപ്പോർട്ടറാണ്. ഓ സോറി, ഞാൻ ഇത്തിരി തിരക്കിലാണ്. ആണോ? ഒന്ന് വണ്ടി ഓടി
സാബുചേട്ടനല്ലേ? കേസിൽ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് അനുമതി നൽകിയിരുന്നു. എന്നാൽ സുപ്രീം കോടതിയെ സമീപിച്ച് സാബു നുണപരിശോധനയിൽ നിന്ന് ഒഴിവായി. ലക്ഷങ്ങൾ പ്രതിഫലം പറ്റുന്ന അഭിഭാഷകരെ എത്തിച്ചാണ് നുണപരിശോധന ഒഴിവാക്കിയത്. സാമ്പത്തിക പരാധീനത ഉണ്ടായിരുന്ന സാബുവിന് ലക്ഷങ്ങൾ ആര് നൽകി എന്നത് ദുരൂഹം. സ്വാമി മരിച്ച ഉടൻ തന്നെ ആലുവയിലെ സംഭവസ്ഥലത്ത് നിന്ന് സാബു മാറിയതും സംശയമുണർത്തിയിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകാനായിരുന്നു ഇതെന്നാണ് ആക്ഷേപം. സ്വാമിയുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സാബു കടത്തിയതായും ആരോപണമുണ്ട്. അതേസമയം സ്വാമിയുടെ മരണത്തിൽ പങ്കുണ്ടെന്ന ആക്ഷേപമുയർന്ന പ്രിയൻ 2 ദിവസമായി അപ്രത്യക്ഷനാണ്. എറണാകുളം പള്ളുരുത്തിയിലെ വീട് അടഞ്ഞുകിടക്കുകയുമാണ്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, കൊച്ചി. ശാശ്വതികാനന്ദയുടേത് ജലസമാധിയല്ല, കൊലപാതകമെന്ന് സന്തത സഹചാരിയായിരുന്ന ബിജു പപ്പൻ പീപ്പിൾ ടിവിയോട്. സ്വാമിയുടെ ദുരൂഹ മരണത്തെക്കുറിച്ച് സാബുവിന് എല്ലാം അറിയാമെന്നും ബിജു പപ്പൻ വെളിപ്പെടുത്തി. ശാശ്വതികാനന്ദ കുളിക്കാൻ പോയപ്പോൾ ഒപ്പമുണ്ടായിരുന്നത് സാബു ആണെന്നും ബിജു പപ്പൻ പറഞ്ഞു. സ്വാമി ശാശ്വതികാനന്ദയുടെ മരണം ജലസമാധി എന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ സംഭവം നടന്ന ആലുവ അദ്വൈതാശ്രമത്തിലെത്തി കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കൊലപാതകമാണെന്ന നിഗമനത്തിലെത്താൻ സാധിച്ചതെന്ന് ശിവഗിരി യുവജനവേദി മുൻ ചെയർമാനും സ്വാമി ശാശ്വതികാനന്ദയുടെ സന്തത സഹചാരിയുമായ ബിജു പപ്പൻ പറയുന്നു. അവിടെ ആയിരക്കണക്കിന് ആളുകൾ ഉള്ളപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സന്യാസി കുളിക്കാൻ, സ്വാമിജിയെ നടക്കാനോ ഇരിക്കാനോ യാത്ര ചെയ്യാനോ സമ്മതിക്കാതെ ശുപാർശക്കാരും അല്ലാത്തവരും സ്വാമിയെ പരിചയപ്പെടാനും എല്ലാവരും ഉള്ളപ്പോൾ ഈ സാബുവിനെ മാത്രം എന്തുകൊണ്ട് സ്വാമിയുടെ കൂടെ വിട്ടു? അപ്പോൾ സാബുവിൻ്റെ നിലവിളി കേട്ടാണ് ബാക്കിയുള്ളവർ ഓടിയെത്തിയത്. സുഖമില്ലാത്ത റോയി പോലും അവിടെ ഈ സാബുവിൻ്റെ നിലവിളി കേട്ട് ഓടി വെള്ളത്തിലോട്ട് ചാടുമ്പം സ്വാമി ഒഴുകിപ്പോയി എന്നൊരു വിളി വരികയാണ്. ഈ സ്വാമി ഒഴുകിപ്പോയി എന്നാരാണ് വിളിച്ചത്? സാബുവിനെ ചോദ്യം ചെയ്താൽ എല്ലാം പുറത്തു വരുമെന്നും ബിജു പപ്പൻ വ്യക്തമാക്കി. അന്വേഷിക്കുമ്പോൾ ഈ സാബു അല്ലാതെ ആ സമയത്ത് അവിടെ ഇടതുപക്ഷവും വലതും എന്ന് വെച്ചാൽ ലെഫ്റ്റും റൈറ്റും വളരെ ക്ലിയറായി കാണുന്ന സ്ഥലമാണ് ഈ കുളിക്കടം. സ്വാമിജി കുളിക്കാനിറങ്ങുന്ന പടിക്കെട്ടിൻ്റെ ഇടതുഭാഗവും വലതുഭാഗവും മുകളിൽ നിന്ന് നോക്കുന്ന എല്ലാവർക്കും കാണാം. അപ്പോൾ സാബു അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം പ്രിയനല്ല, ഇനി ആരായാലും സാബുവിനറിയാമല്ലോ അവിടെ എന്താണ് സംഭവിച്ചത്. അപ്പോൾ സാബുവിൻ്റെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുക, സാബുവുമായി ബന്ധപ്പെട്ടവരെ ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടുത്തുക. സ്വാമി ശാശ്വതികാനന്ദയുടെ മരണത്തിലെ പുതിയ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും മതേതര ആത്മീയ സംഘം ജനറൽ സെക്രട്ടറി കൂടിയായ ബിജു പപ്പൻ ആവശ്യപ്പെട്ടു. ശാശ്വൻ സ്വാമിയെക്കുറിച്ചുള്ള ചർച്ച അവസാനിപ്പിക്കണമെങ്കിൽ ഇതിൻ്റെ നിജസ്ഥിതി ഇവരിൽ എത്തിച്ചേ പറ്റൂ. അതിനൊരു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വർഗീയതയ്ക്കെതിരെ ഉമ്മൻചാണ്ടി മൗനം പാലിക്കുന്നത് അപമാനകരമെന്ന് പിണറായി വിജയൻ. ഉമ്മൻചാണ്ടിയുടേത് വർഗീയത പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ്. RSSനൊപ്പം ചേർന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തിനാണ് ഉമ്മൻചാണ്ടിയുടെ ശ്രമമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. രാജ്യത്ത് ഉയർന്നു വരുന്ന വർഗീയതയുടെ ആപത്തിനെക്കുറിച്ച് ഇടതുപക്ഷം നിരന്തരമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്രമുഖ സാഹിത്യകാരന്മാർ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. ഇടതുപക്ഷം മാത്രമല്ല ഈ ആപത്ത് തിരിച്ചറിയുന്നത് എന്നത് അങ്ങേയറ്റം ശുഭോദർക്കമായ കാര്യം തന്നെയാണ്. പരസ്യമായി പ്രതികരിക്കാൻ ഒട്ടേറെ പേർ തയ്യാറാകുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരാൾ മാത്രം മൗനം പാലിക്കുന്നതിൽ സ്വാഭാവികമായും എല്ലാവർക്കും ഉത്കണ്ഠയുണ്ടാകും. ആ മൗനം പാലിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നതാണ് ഏറ്റവും അപമാനകരമായ സംഗതി. SNDP BJP മൂന്നാം മുന്നണിയുടെ ഗോഡ് ഫാദർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവനകൾ ഇത് വ്യക്തമാക്കുന്നതാണെന്നും VS അച്യുതാനന്ദൻ പ്രസ്താവിച്ചു. SNDP എന്ന മതേതര പ്രസ്ഥാനത്തെ RSSന് അടിയറവയ്ക്കാനുള്ള നീക്കം ശ്രീനാരായണീയർ ചെറുത്തു തോൽപ്പിക്കുമെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. തൃശൂരിലെ കോൺഗ്രസിന്റെ സീറ്റ് വിഭജന ചർച്ച അലസിപ്പിരിഞ്ഞു. CN ബാലകൃഷ്ണന്റെ മകളെ മേയർ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ എതിർപ്പ്. TN പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിക്കും സുധീരിനും പരാതി നൽകി. വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുകയാണ്. ദിൽജിത്ത്, തൃശൂരിൽ ഗ്രൂപ്പുകളുടെ തർക്കം കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണോ? സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പുതിയ തർക്കം ഏത് രീതിയിലാണ്? തീർച്ചയായും സുരേഷ്,
തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനം ഇക്കുറി വനിതാ സംവരണ സീറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് മുൻകൂട്ടി തന്നെ മകൾ TP ഗീതയെ മത്സരിപ്പിക്കാൻ CN ബാലകൃഷ്ണൻ കരിക്കൽ നീക്കി തുടങ്ങിയത്. എന്നാൽ പരിചയസമ്പന്നരായ വനിതകളെ മാറ്റി നിർത്തി മന്ത്രിപുത്രിയെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ഐ ഗ്രൂപ്പിനുള്ളിൽ തന്നെ എതിർപ്പുകൾ രൂക്ഷമായിരുന്നു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചകളും അതോടൊപ്പം തന്നെ തർക്കങ്ങളും രൂക്ഷമായിരുന്നു. ഈ തർക്കങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താനുള്ള ചർച്ചകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത്. ഇതിനുശേഷം ഐ ഗ്രൂപ്പിലെ തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം എ ഗ്രൂപ്പുമായുള്ള ചർച്ചകളാണ് ഇന്ന് DCC ഓഫീസിൽ നടന്നത്. എന്നാൽ ഈ ചർച്ചയിലാണ് ഇപ്പോൾ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായിരിക്കുന്നത്. ഈ സമവായ ചർച്ചകൾ ഫലം കാണാതെ അടിച്ചു പിരിഞ്ഞു എന്നാണ് ഇപ്പോൾ DCC ഓഫീസിൽ നിന്ന് പുറത്തുവരുന്ന വിവരം. വലിയ പൊട്ടിത്തെറിയാണ് കോൺഗ്രസിൽ രൂപപ്പെട്ടിരിക്കുന്നത്. CB ഗീതയെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നത് UDF-ന്റെ വിജയസാധ്യതയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഇപ്പോൾ നിലപാട് ഉയർന്നു വന്നിട്ടുള്ളത്. ഈ വിവരം ചൂണ്ടിക്കാട്ടി TN പ്രതാപൻ MLA ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇപ്പോൾ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുള്ളത്. കോർപ്പറേഷൻ മേയർ സ്ഥാനം, ഡെപ്യൂട്ടി മേയർ സ്ഥാനം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഇവയെല്ലാം താക്കോൽ സ്ഥാനങ്ങളാണെന്നും വിവാദങ്ങളില്ലാത്ത സ്ഥാനാർത്ഥികളാണ് ഈ സ്ഥാനങ്ങളിലേക്കെല്ലാം മത്സരിക്കേണ്ടതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മുഖ്യമന്ത്രി, KPCC പ്രസിഡന്റ്, ആഭ്യന്തരമന്ത്രി എന്നിവർക്കാണ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. മുൻ മന്ത്രി KP വിശ്വനാഥൻ, MP ജാക്സൺ, NK സുധീർ, മുൻ മേയർ K രാധാകൃഷ്ണൻ എന്നിവർ കൂടി ഉൾപ്പെട്ട കത്താണ് TN പ്രതാപന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നേതൃത്വത്തിന് കൈമാറിയിട്ടുള്ളത്. തൃശൂരിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ തർക്കം രൂക്ഷമായിരിക്കുകയാണ്. ദിൽജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക LDF പുറത്തിറക്കി. ജനങ്ങൾക്ക് മികച്ച സേവനവും ക്ഷേമവും ഉറപ്പുവരുത്തുമെന്ന് LDF. മൂന്നാറിലെ തൊഴിലാളി സമരത്തിന് പിന്തുണയുമായി ഈ മാസം 15-ന് LDF MLA-മാർ സെക്രട്ടേറിയറ്റ് ധർണ നടത്താനും LDF യോഗത്തിൽ തീരുമാനമായി. മികച്ച സേവനവും ക്ഷേമവും എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ഇക്കുറി പ്രകടന പത്രിക തയ്യാറാക്കിയത്. എല്ലാ വീടുകളിലും കുടിവെള്ളവും വൈദ്യുതിയും എത്തിക്കുക, വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക, ആരോഗ്യരംഗം മെച്ചപ്പെടുത്തുക, കുടുംബശ്രീ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, മാലിന്യ സംസ്കരണം മെച്ചപ്പെടുത്തുക, ജൈവ പച്ചക്കറി ഉൽപ്പാദനം വിപുലീകരിക്കുക, കലാലയങ്ങളിൽ വൈഫൈ സംവിധാനത്തിലൂടെ സ്മാർട്ട് വിദ്യാഭ്യാസം നടപ്പിലാക്കുക തുടങ്ങിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ പറഞ്ഞു. മികച്ച സേവനവും ക്ഷേമവും എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്ന പൊതു സമീപനമായിരിക്കും LDF സ്വീകരിക്കുക. എല്ലാ വീടുകൾക്കും വൈദ്യുതിയും കുടിവെള്ളവും എത്തിക്കുക എന്നത് അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കുന്ന നടപടി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എത്തിക്കുന്നതിന് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബന്ധമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടികൾ അതാത് സ്ഥലത്ത് സ്വീകരിക്കും. തോട്ടം തൊഴിലാളികളുടെ സമരം അടിയന്തരമായി പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് LDF യോഗം ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് ഗവർണറെ കാണുമെന്നും അടുത്ത PLC യോഗത്തിൽ തീരുമാനമായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ LDF MLA-മാർ ധർണയിരിക്കാനും തീരുമാനമായി. പ്രതിസന്ധിയിലായ കാർഷിക മേഖലയെ രക്ഷപ്പെടുത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ലെന്നും LDF-ൽ വിമർശനമുയർന്നു. VJ മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലത്ത് UDF-ൽ പൊട്ടിത്തെറി. മുസ്ലിം ലീഗിനെ തകർക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന് ലീഗ് പ്രസിഡന്റ് യൂനുസ് കുഞ്ഞ്. KPCC സെക്രട്ടറി ഷാനവാസാണ് ഇതിന് പിന്നിലെന്നും ലീഗ് ആരോപിച്ചു. 1980-ലാണ് ഞാൻ ആദ്യം അസംബ്ലിക്ക് മത്സരിക്കുന്നത്. അന്നു മുതൽ അദ്ദേഹം ഈ സീറ്റ് ആഗ്രഹിക്കുന്ന ആളാണ്. ഞങ്ങളെ പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഞങ്ങളെ ഒന്ന് കൊച്ചാക്കി കാണിക്കുക. ഇപ്പം തന്നെ ഒരു ഇടൻ അജണ്ട ഞങ്ങൾക്ക് 5 സീറ്റ് തന്നിട്ടും പരസ്യമായി അദ്ദേഹത്തിൻ്റെ ചില ആൾക്കാർ പറയുന്നു, ഇനി മേടിച്ചുകൊണ്ട് വന്നിട്ട് സീറ്റ് ഞങ്ങൾ കാണിച്ചു തരാം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഷാനവാസ് ഖാന് ലീഗില്ലെങ്കിൽ പിന്നെ അയാൾ ഇവിടുത്തെ പ്രമാണിയാണെന്ന് വരുത്താനായിരിക്കണം, എനിക്കറിയത്തില്ല. അത് അദ്ദേഹത്തിന് മാത്രം. കൊല്ലം കോർപ്പറേഷൻ UDF-ന് നഷ്ടപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഷാനവാസ് ഖാനാണ്. അത് ഞാനവിടെ പറഞ്ഞു. UDF-ൽ സീറ്റ് വിഭജന ചർച്ച കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. കോഴിക്കോട് ജില്ലയിൽ LDF-മായി ചേർന്ന് മത്സരിക്കുമെന്ന് RSP വ്യക്തമാക്കി. കോഴിക്കോട് ജില്ലയിൽ സീറ്റ് വിഭജനത്തിൽ അവഗണിച്ചതിനെ തുടർന്നാണ് UDF വിട്ട് ഒറ്റക്ക് മത്സരിക്കാൻ RSP തീരുമാനമെടുത്തത്. ജില്ലാ പഞ്ചായത്തിൽ കോടഞ്ചേരി ഡിവിഷനിലും കട്ടിപ്പാറ ഡിവിഷനിലും RSP ഒറ്റക്ക് മത്സരിക്കും. കോർപ്പറേഷനിൽ 37-ാം വാർഡിലും 47-ാം വാർഡിലും മത്സരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നാദാപുരം, കോടഞ്ചേരി, കൂടരഞ്ഞി, പുതുപ്പാടി പഞ്ചായത്തുകളിലെയും വിവിധ വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തും. RSP മത്സരിക്കാത്ത സീറ്റുകളിൽ ഇടതുമുന്നണിക്ക് പിന്തുണ നൽകുമെന്ന് ജില്ലാ സെക്രട്ടറി KP രാജൻ പറഞ്ഞു. LDF-ന് അനുകൂലമായിട്ടുള്ള നിലപാടോ അല്ലെങ്കിൽ UDF-ന് എതിരായിട്ടുള്ള ഒരു സമീപനം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. കാരണം അത്ര എന്താ പറയുക, പാർട്ടിയെ ഒരു വ്രണപ്പെടുത്തിയ തീരുമാനമാണ് UDF-ന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ അതിന് ഒരു ശക്തമായ തിരിച്ചടി എന്നുള്ള രീതിയിൽ
പാർട്ടിയുടെ ഐഡൻറ്റിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ സ്വന്തമായിട്ട് പല സ്ഥലങ്ങളിൽ ആളെ നിർത്തും. അതേസമയം മലപ്പുറം ജില്ലയിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. 12 പഞ്ചായത്തുകളിലും കൊണ്ടോട്ടി നഗരസഭയിലും UDF സംവിധാനം തകർന്നു. സമവായ ചർച്ചകൾ തീരുമാനമാകാത്തതിനാൽ ഇവിടെ കോൺഗ്രസും ലീഗും നേർക്കുനേർ മത്സരിക്കാനാണ് തീരുമാനം. മലപ്പുറത്തെ പ്രശ്നം പരിഹരിക്കാനുള്ള നേതൃതല ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ കൂടുതൽ സ്ഥലങ്ങളിൽ കോൺഗ്രസും ലീഗും ചേരിതിരിഞ്ഞ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം, കോഴിക്കോട്. ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ രാവിലെ 6 മണിക്ക് ആരംഭിക്കും. 49 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. ബീഹാറിൽ വിജയം നേടുമെന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ അഭിപ്രായപ്പെട്ടു. നരേന്ദ്രമോദി അസത്യം പ്രചരിപ്പിക്കുകയാണെന്നും നിതീഷ് കുമാർ കുറ്റപ്പെടുത്തി. ആദ്യഘട്ട വോട്ടിങ്ങിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആവേശകരമായ പ്രചരണങ്ങൾക്ക് ശേഷം 10 ജില്ലയിലെ 49 മണ്ഡലങ്ങളിൽ ഇന്ന് നിശബ്ദ പ്രചാരണം പുരോഗമിക്കുകയാണ്. നാളെ രാവിലെ 8 മണിയോടെ വോട്ടിംഗ് ആരംഭിക്കും. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും തലസ്ഥാനമായ പട്നയിൽ തങ്ങി അവസാന കണക്കുകൂട്ടലിലാണ്. പരസ്യപ്രചരണം പൂർത്തിയായ ശേഷം മാധ്യമങ്ങളെ കണ്ട ബീഹാർ മുഖ്യമന്ത്രി ആത്മവിശ്വാസം കൈവിട്ടില്ല. നരേന്ദ്രമോദി പ്രചാരണങ്ങളിലുടനീളം അസത്യം പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് നിതീഷ് കുമാർ കുറ്റപ്പെടുത്തി. അവസാനഘട്ട പ്രചാരണത്തിന് BJP കേന്ദ്രമന്ത്രിമാർ ബീഹാറിലെത്തി. മാവോയിസ്റ്റ് മേഖലയായ ജമോയ് ജില്ലയിൽ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പ്രചാരണം നയിച്ചു. കേരളമടക്കമുള്ള ജില്ലകളിൽ BJP വിജയം നേടുമെന്ന് സുഷമ റാലിയിൽ പറഞ്ഞു. ബീഹാറിൽ ജംഗിൾ രാജ് ഭരണം അവസാനിക്കുമെന്നും സുഷമ വ്യക്തമാക്കി. और बिहार में इस बार शुद्ध भारतीय जनता पार्टी के नेतृत्व में यहाँ पे गठबंधन की सरकार बनेगी. ये आज मैं यहाँ से भविष्यवाणी करके जाती. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശനമായ പരിശോധന എല്ലാ ജില്ലകളിലും നടത്തുന്നു. 1200 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. വോട്ടിംഗ് സമയത്തെ പരിശോധനയ്ക്കായി ബീഹാറിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട്. ഹെലികോപ്റ്ററുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജീകരിച്ചു. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം ബീഹാറിൽ നിന്നും സന്തോഷ് സർലിംഗ്. ഗതാഗത മന്ത്രിയുടെ സ്വന്തം നാടായ കോട്ടയത്ത് റോഡുകൾ തകർന്ന് യാത്ര ദുഷ്കരമാകുന്നു. മഴക്കാലത്തിന് തൊട്ടുമുമ്പ് നന്നാക്കിയ റോഡുകൾ വരെ തകർന്നു കഴിഞ്ഞു. റോഡിൽ രൂപപ്പെട്ട കുഴികളിൽ കുടുങ്ങിയും നിരങ്ങിയുമുള്ള വാഹനങ്ങളുടെ പതിവ് കാഴ്ചയാണ്. കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴക്കാലം മുന്നിൽ കണ്ട് അനേക ലക്ഷങ്ങൾ മുടക്കി അറ്റകുറ്റപ്പണി നടത്തിയ റോഡുകൾ തകർന്ന് വൻ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. കുഴിയിൽ മഴവെള്ളം നിറഞ്ഞ് മെറ്റലും കല്ലുകളും ഇളകിക്കിടക്കുന്ന റോഡിൽ വാഹനങ്ങൾ സാഹസിക യാത്രയാണ് നടത്തുന്നത്. പരാതി ഉയരുമ്പോൾ പാറച്ചീളുകളും മെറ്റൽ പൊടിയുമിട്ട് കുഴിമൂടി തൽക്കാലം തടിതപ്പുകയാണ് അധികൃതർ. റോഡിൽ വെള്ളക്കെട്ടായതിനാൽ വള്ളം അനുവദിക്കണമെന്ന അഭ്യർത്ഥനയാണ് ഈ വഴിയാത്രക്കാരന് പങ്കുവയ്ക്കാനുള്ളത്. മുഖ്യമന്ത്രിയും നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കൂടി ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ റോഡിന്റെ ഇങ്ങനെ ഈ ശോചനീയ അവസ്ഥയ്ക്ക് ഞങ്ങൾക്ക് ഓരോ വള്ളം കൂടെ തരണം. ഈ വഴിയിൽ നിന്ന് ഞങ്ങൾക്ക് ഇപ്പുറത്ത് കിടക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു വള്ളമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. നാട്ടകം, ബേക്കർ ജംഗ്ഷൻ, സംക്രാന്തി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, SH മൗണ്ട്, നാഗമ്പടം, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ റോഡുകൾ തകർന്നതിനാൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഓട്ടോ ഡ്രൈവർമാരാണ്. ഏകദേശം 45 ദിവസത്തോളമായി റോഡ് പണി കഴിഞ്ഞിട്ട് 25-ാം പൊക്കം ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് പരുവായിട്ടുണ്ട്. റോഡിൽ കുഴികളും കിടങ്ങുകളും രൂപപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കാൻ ആളില്ല. നഗരത്തിലെ കുഴികൾ കുരുങ്ങി വാഹനങ്ങളുടെ അപകടയാത്ര തുടരുകയാണ്. ഇവിടെ നിത്യവും ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് സംഭവിക്കുന്നത്. കോട്ടയത്ത് നിന്നും ക്യാമറാമാൻ സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം TP പ്രശാന്ത്. രാജ്യതലസ്ഥാനത്ത് 4 വയസ്സുകാരി മാനഭംഗത്തിനിരയായി. വടക്കൻ ഡൽഹിയിലെ കേശവപുരത്താണ് സംഭവം. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് കാണാതായ പെൺകുട്ടിയെ രാത്രിയോടെ സമീപമുള്ള റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് കണ്ടെത്തുകയായിരുന്നു. ദില്ലിയിൽ 4 വയസ്സുകാരിയാണ് ക്രൂരപീഡനത്തിന് ഇരയായത്. രക്തം വാർന്ന് അവശതയിലായ പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഇപ്പോഴും നില ഗുരുതരമാണ്. ദില്ലിയിലെ കേശവപുരയിൽ നിന്നും കാണാതായ പെൺകുട്ടിയെ സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷനരികിൽ നിന്നും രക്തം വാർന്ന നിലയിലാണ് കണ്ടെത്തിയത്. ഗുരുതര പരിക്കുകളോടെ ഒരു പെൺകുട്ടി റെയിൽവേ ട്രാക്കിനടുത്തു കിടപ്പുണ്ടെന്ന് വെള്ളിയാഴ്ചയാണ് ഒരു വഴിയാത്രക്കാരൻ പോലീസിന് വിവരം നൽകിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ പെൺകുട്ടിയെ കാണാനില്ലായിരുന്നു. നോർത്ത് വെസ്റ്റ് ദില്ലിയിലെ ചേരി പ്രദേശത്ത് താമസിക്കുന്ന പെൺകുട്ടി വ്യാഴാഴ്ച വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാണാതായത്. ഇതേ തുടർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. റെയിൽവേ ട്രാക്കിൽ നിന്നും കണ്ടെത്തിയ ശേഷം പെൺകുട്ടിയെ മഹാവീർ ആശുപത്രിയിൽ ചികിത്സിച്ചു. വ്യാഴാഴ്ച രാത്രിയോടെ സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. സ്വകാര്യ ഭാഗങ്ങളിൽ പരിക്കേറ്റ പെൺകുട്ടിയെ രാത്രി തന്നെ ശസ്ത്രക്രിയയ്ക്കും വിധേയയാക്കി. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇതുവരെയും ആരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടില്ല. പെൺകുട്ടി താമസിക്കുന്ന വീടിന് സമീപമുള്ള മദ്യവിൽപ്പനശാലയിൽ സ്ഥിരമായി എത്തുന്ന ആരെങ്കിലും കുട്ടിയെ
തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതാകാമെന്നാണ് പോലീസിന്റെയും കുട്ടിയുടെ കുടുംബത്തിന്റെയും സംശയം. ബാലാവകാശ നിയമപ്രകാരം ലൈംഗികാതിക്രമങ്ങൾക്കെതിരെയുള്ള വകുപ്പ് അനുസരിച്ച് പ്രതിക്കെതിരെ കേസെടുത്തതായും പോലീസ് പറഞ്ഞു. ദില്ലിയിൽ ഓരോ ദിവസവും ഒരു നിർഭയ ഉണ്ടാകുന്നു. ഇത്തരം വൃത്തികെട്ട കുറ്റകൃത്യങ്ങളിൽ നിന്നും ദില്ലിക്കോ രാജ്യത്തിനോ മോചനം ലഭിക്കുന്നുമില്ല. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രിയുടെ പുസ്തകം പ്രകാശനം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ശിവസേനയുടെ ഭീഷണി. മുംബൈയിൽ വെച്ച് നടക്കാനിരിക്കുന്ന പരിപാടി റദ്ദാക്കണമെന്ന് കാണിച്ച് ശിവസേന സംഘടനാധികൃതർക്ക് കത്തയച്ചു. ലഷ്കർ ഇ ക്യാമ്പുകൾക്ക് നേരെ വ്യോമാക്രമണത്തിന് ഇന്ത്യ പദ്ധതിയിട്ടിരുന്നത് ഉൾപ്പെടെയുള്ള വെളിപ്പെടുത്തലുകൾ മുൻ പാക് മന്ത്രിയുടെ പുസ്തകത്തിലുണ്ട്. പാക് ഗസൽ ഗായകൻ ഗുലാം അലിയുടെ സംഗീത പരിപാടി മുംബൈയിൽ നടത്താൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയതിനു പിന്നാലെ മുൻ പാക് വിദേശകാര്യമന്ത്രി മുഹമ്മദ് കസൂരിയുടെ പുസ്തക പ്രകാശനം ചെയ്യാനും അനുവദിക്കില്ലെന്ന നിലപാടുമായി ശിവസേന രംഗത്തെത്തി. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ലഷ്കർ ഇ തൈബ ക്യാമ്പുകൾക്ക് നേരെ വ്യോമാക്രമണം നടത്താൻ ഇന്ത്യ പദ്ധതിയിട്ടിരുന്നുവെന്ന് മുൻ പാക് മന്ത്രിയുടെ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. US പ്രതിനിധി സംഘത്തലവൻ ജോൺ മക്കെയിൻ ഇക്കാര്യം പാക് മുൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് കസൂരിയുമായി വെളിപ്പെടുത്തിയെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. ലഷ്കർ ഇ ജമാഅത്ത് സംഘടനകളുടെ ലാഹോറിലെ ആസ്ഥാനത്ത് ഇന്ത്യ ആക്രമണം നടത്തിയേക്കുമെന്ന മുന്നറിയിപ്പും US പ്രതിനിധി തനിക്ക് നൽകിയതായും കസൂരി വെളിപ്പെടുത്തുന്നു. നെയ്തറെ ഹാക്ക് നോറെ ഡോവ് എന്നീ പുസ്തകത്തിന്റെ പ്രകാശന പരിപാടി റദ്ദാക്കിയില്ലെങ്കിൽ അലങ്കോലപ്പെടുത്തുമെന്നാണ് ശിവസേനയുടെ ഭീഷണി. പരിപാടി നടക്കുന്ന മുംബൈ കൺവെൻഷൻ അധികൃതരോട് പരിപാടി റദ്ദാക്കണമെന്ന് അറിയിച്ച് ശിവസേന നേതാവ് ആശിഷ് ചമ്പർക്കർ കത്തയച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സമരച്ചൂടിൽ മൂന്നാർ. സംയുക്ത ട്രേഡ് യൂണിയന്റെയും പെമ്പിളി ഒരുമയുടെയും സമരം പുരോഗമിക്കുന്നു. ട്രേഡ് യൂണിയന്റെ രാപ്പകൽ നിരാഹാര സമരം 10ാം ദിവസത്തിലും ശക്തമായി തുടരുകയാണ്. വേതന വർധനവ് ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി കഴിഞ്ഞ മാസം 28-ന് ആരംഭിച്ച സംയുക്ത ട്രേഡ് യൂണിയന്റെ അനിശ്ചിതകാല സമരമാണ് പുരോഗമിക്കുന്നത്. മൂന്നാറിൽ ട്രേഡ് യൂണിയന്റെ രാപ്പകൽ നിരാഹാര സമരം 10ാം ദിവസവും തുടരുകയാണ്. சம்பளம் இல்லாமல் ஸ்கூலுக்கு ஃபீஸ் கட்ட முடியாமல், சாப்பாட்டுக்கு வழி இல்லாமல் நாங்கள் நடு ரோட்டில் உட்காந்துக்கிட்டு இருக்கோம். பிள்ளைகளை படிக்க வைக்க முடியாமல் ரொம்ப கஷ்டப்பட்டுக்கிட்டு இருக்கோம். இன்றைக்கி பொங்குறதுக்கு வீட்டில் அரிசி இல்லை. கம்பெனியும் கவர்மெண்ட்டும் மேனேஜ்மெண்ட்டும் கவர்மெண்ட்டும் சேர்ந்து இதுக்கு நல்லபடியாக முடிச்சு കൊടുക്കണം. உங்களை കൈകൂപ്പി കേൾക്കുക. 4 തവണ നടന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി ചർച്ചകളും പരാജയപ്പെട്ട വേളയിൽ ചൊവ്വാഴ്ച ചേരുന്ന യോഗത്തിലെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പെമ്പിളി ഒരുമയും. മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് തന്നു, ഇപ്പോൾ പല പ്രാവശ്യം ഉറപ്പ് തന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം ഓരോ ദിവസം ചെല്ലുന്തോറും പാഴായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പെല്ലാം വെറുതെയായി പോവുകയാണ്. അത് ഞങ്ങളുടെ മനസ്സിന് ഭയങ്കര പ്രയാസമുണ്ട്. ഞങ്ങളെ ഇത്രയും വലപ്പിച്ച് ഈ തൊഴിലാളി സ്ത്രീകളെ, പാവപ്പെട്ടവരെ ഈ മഴയത്തും കാറ്റത്തും വെയിലത്തും ഈ തണുപ്പത്തിട്ട് കൊല്ലണേൻ്റെ പാപവും ശാപവും ഓരോരുത്തരും അനുഭവിക്കും. കഴിഞ്ഞ ദിവസമുണ്ടായ സ്ത്രീ തൊഴിലാളിയുടെ ആത്മഹത്യാ ഭീഷണിയെ തുടർന്ന് പോലീസും സമര നേതാക്കളും ജാഗ്രത പുലർത്തുന്നുണ്ട്. മഴയെന്നോ വെയിലെന്നോ രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ തോട്ടം തൊഴിലാളികളുടെ സമരം തുടരുകയാണ്. സർക്കാരും കമ്പനികളും അനുകൂലമായ നടപടിയെടുക്കാൻ വൈകുന്തോറും സമരം കൂടുതൽ ശക്തമാവുകയും ചെയ്യുന്നു. മൂന്നാറിൽ നിന്നും ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. കേന്ദ്ര സർക്കാരിന്റെ വർഗീയ അജണ്ടകൾക്കെതിരെ ദില്ലിയിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെയും പൗരാവകാശ സംഘടനകളുടെയും നേതൃത്വത്തിൽ വൻ പ്രതിഷേധം. വർഗീയത ആളിക്കത്തിക്കുന്ന പരാമർശങ്ങൾ നടത്തിയ കേന്ദ്രമന്ത്രി മഹേഷ് ശർമ്മ, BJP MLA സംഗീത് സോം എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടയുകയും പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ബീഫ് സൂക്ഷിച്ചു എന്നാരോപിച്ച് ദാദ്രിയിൽ ഗൃഹനാഥനെ ഹിന്ദു വർഗീയവാദികൾ തല്ലിക്കുന്നതുൾപ്പെടെയുള്ള സംഭവങ്ങൾ മോഡി സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ആരോപിച്ചാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ മാർച്ച് നടത്തിയത്. SFI, ഐസ, DSF തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പൗരാവകാശ സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും എത്തി. രാജ്യത്തെ പൗരന്മാർ എന്ത് കഴിക്കണം എന്നതുപോലും ഭരണകൂടം തീരുമാനിക്കുന്ന സ്ഥിതിവിശേഷം ഫാസിസമാണെന്നും വിദ്യാർത്ഥി സമൂഹം ഇത് ചെറുത്തു തോൽപ്പിക്കുമെന്നും വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ പറഞ്ഞു. Politics in the name of meat ban will be resisted by SFI throughout the country, and SFI will fight tooth and nail against the communal elements, be it the communalization of education, be it the communalization of society. SFI will be in the forefront. ഫിറോസ് ഷാ റോഡിൽ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച നൂറുകണക്കിന് വിദ്യാർത്ഥികളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. രാജ്യത്ത് മതേതരത്വം തകർക്കാൻ വർഗീയ ശക്തികൾ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന സർക്കാരിനുള്ള ശക്തമായ മുന്നറിയിപ്പായിരുന്നു ദില്ലിയിലെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. ക്യാമറമാൻ സുജീന്ദ്രനോടൊപ്പം ദില്ലിയിൽ നിന്നും M. സന്തോഷ്. ചെറുകിട ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി ഒരു കൂട്ടം മലയോര കർഷകരുടെ പട്ടയഭൂമി പുറമ്പോക്കാക്കി
സർവേ വകുപ്പ്. പത്തനംതിട്ട പെരിഞ്ഞാട് പഞ്ചായത്തിലാണ് ഈ സംഭവം. അയ്യപ്പ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുക്കാനിരുന്ന 22ഓളം കുടുംബങ്ങളുടെ പട്ടയഭൂമിയാണ് സർവേ വകുപ്പ് പുറമ്പോക്കാക്കി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്തനംതിട്ട പെരിനാട് പഞ്ചായത്തിൽ ആരംഭിച്ച അയ്യപ്പ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് വേണ്ടിയാണ് 22ഓളം കുടുംബങ്ങളുടെ ഭൂമി സർവേ ഉദ്യോഗസ്ഥന്മാർ പുറമ്പോക്ക് ഭൂമിയായി വിധി എഴുതിയത്. തലമുറകളായി കൈമാറി വന്ന പട്ടയഭൂമിയാണ് കമ്പനിക്കായി ഒരു സുപ്രഭാതത്തിൽ സർവേ ഉദ്യോഗസ്ഥർ പുറമ്പോക്കാക്കി മാറ്റിയത്. പദ്ധതിയുടെ ജലസംഭരണ ഭൂമിയായി ഏറ്റെടുക്കാനിരുന്ന ഭൂമിയാണ് പുറമ്പോക്കിൽപ്പെടുത്തിയത്. പട്ടയഭൂമിക്ക് 1.5 ലക്ഷവും കൈവശ ഭൂമിക്ക് 75,000 രൂപയും നഷ്ടപരിഹാരമായി നൽകാമെന്ന് RDOയുടെ സ്ഥാനത്തിൽ കരാർ ഒപ്പുവെച്ച ശേഷമാണ് ഈ മറിമായം നടത്തിയത്. ഈ കമ്പനിയും മറ്റ് ഉദ്യോഗസ്ഥന്മാരുമായി ഒത്തുകളിച്ചതിന്റെ ഫലമായിട്ട് അവരെ തഹസീൽദാരെയും മറ്റുള്ളവരുടെ നേതൃത്വത്തിൽ ഈ ഭൂമി വീണ്ടും റീസർവേ നടത്തുകയും ഞങ്ങളിപ്പം വർഷങ്ങളായി കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പട്ടയഭൂമി പട്ടയം ഇല്ലാതാക്കി. കക്കാട്ടാറിന് തീരത്തായി താമസിക്കുന്ന ഈ കുടുംബങ്ങൾ പൂർണ്ണമായും കൃഷിയെ ആശ്രയിച്ചാണ് ഉപജീവനം നടത്തുന്നത്. റബ്ബറിന് വിലയിടിഞ്ഞതോടെ നട്ടം തിരിഞ്ഞ ഇവരുടെ റബ്ബർ മരങ്ങളും ഇപ്പോൾ വെള്ളത്തിലാണ്. എൻ്റെ അച്ഛൻ കൊടുത്ത വസ്തുവാണ്. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും കാലമായിട്ട് കരമടച്ചുകൊണ്ടിരിക്കുന്നു 32 സെൻറ്റിന്. ഇപ്പോൾ അവർ അളന്നിട്ട് പറഞ്ഞ 24 സെൻറ്റേ ഉള്ളൂ കരമടയ്ക്കുന്നത്. ബാക്കി പുറമ്പോക്കാണ്. പുറമ്പോക്ക് ഒരു 11.5 സെൻറ്റ് പുറമ്പോക്കാക്കിയിരിക്കുന്നു. സംരംഭങ്ങൾക്ക് ഭൂമി ഏറ്റെടുത്ത് നൽകുമ്പോൾ പാലിക്കേണ്ട യാതൊരു നടപടിക്രമങ്ങളും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന ആക്ഷേപവും പരാതിക്കാർ ഉയർത്തുന്നുണ്ട്. ഒപ്പം നീതിക്കായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ മലയോര കർഷകർ. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. അണ്ണാൻ കുഞ്ഞ് പൂച്ചയുടെ മുന്നിൽപ്പെട്ടാൽ അതിന്റെ കഥ കഴിയാറാണ് പതിവ്. എന്നാൽ ഇവിടെ ഒരു തള്ളപ്പൂച്ച അണ്ണാൻ കുഞ്ഞിനെ മുലയൂട്ടി സംരക്ഷിക്കുന്നു. കാസർഗോഡ് പുത്തിലോട്ടെ രാജന്റെ വീട്ടിലാണ് ഈ അപൂർവ കാഴ്ച. തന്റെ കുഞ്ഞിനേക്കാൾ സ്നേഹമാണ് ഈ അമ്മപ്പൂച്ചയ്ക്ക് അണ്ണാൻ കുഞ്ഞിനോട്. സ്വന്തം കുഞ്ഞിന് നൽകുന്നതിനേക്കാൾ മുലപ്പാൽ ലഭ്യമാക്കുന്നതും അണ്ണാൻ കുഞ്ഞിന് തന്നെ. കാസർഗോഡ് പുത്തിലോട്ടെ VV രാജന്റെ വീട്ടിലാണ് ഇങ്ങനെയൊരു അപൂർവ കാഴ്ച. അമ്മ കൈവിട്ടുപോയ അണ്ണാൻ കുഞ്ഞിനെയാണ് ഒരു ദിവസം രാജനും കുടുംബാംഗങ്ങളും തള്ളപ്പൂച്ചയ്ക്കും കുഞ്ഞിനുമൊപ്പം കണ്ടത്. ഒരു അണ്ണാൻ കുഞ്ഞ് മാവിൻ്റെ മുകളിൽ നിന്ന് വീഴുകയും പൂച്ച കടിച്ചുകൊണ്ടെന്ന് അതിനെ സംരക്ഷിക്കുകയായിരുന്നു. അണ്ണാൻ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ പൂച്ച വന്ന് കടിച്ചുകൊണ്ടുവന്ന് സ്ഥിതി വിശേഷങ്ങളാണ് ഉണ്ടാകുന്നത്. അണ്ണാനെ കയ്യിൽ കിട്ടിയാൽ കൊന്നു തിന്നുകയാണ് പൊതുവെ പൂച്ചകൾ ചെയ്യാറ്. എന്നാൽ രാജന്റെ വീട്ടിലെ പൂച്ച സ്നേഹവും മുലപ്പാലും ചൊരിയുന്ന അപൂർവ കാഴ്ച സമ്മാനിക്കുന്നു. അണ്ണാൻ കുഞ്ഞിനെ മുലയൂട്ടുന്ന തള്ളപ്പൂച്ചയെ കാണാൻ രാജന്റെ വീട്ടിൽ വലിയ തിരക്കാണ്. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദിവസങ്ങളായി വയനാട് കാട്ടിക്കുളം മേഖലയിലെ ജനവാസ കേന്ദ്രത്തിലിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച പുലി വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിലായി. കാട്ടിക്കുളം ആനപ്പാറക്കടുത്ത് ഇന്ന് പുലർച്ചെയാണ് 5 വയസ്സ് പ്രായമുള്ള ആൺപുലി അകപ്പെട്ടത്. 2 ദിവസം മുൻപാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. 2 മാസത്തോളമായി പുലി ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരുന്നു. വനാതിർത്തിയോട് ചേർന്നായിരുന്നു വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. ഫുട്ബോൾ ഇതിഹാസം പെലെ കൊൽക്കത്തയിലെത്തി. ആരാധകർ പെലെയ്ക്ക് ആവേശകരമായ വരവേൽപ്പാണ് നൽകിയത്. 3 ദിവസ സന്ദർശനത്തിനായാണ് പെലെ കൊൽക്കത്തയിൽ എത്തിയത്. ആദ്യ ഹോം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടുന്ന അത്ലറ്റികോ ഡി കൊൽക്കത്തയുടെ കളിയിൽ പെലെ മുഖ്യ അതിഥിയാകും. കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഉടമ സച്ചിൻ ടെണ്ടുൽക്കറും സർലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന കളി കാണാൻ കൊൽക്കത്തയിൽ എത്തുമെന്നാണ് സൂചന. ഒക്ടോബർ 23-ന് 75ാം ജന്മദിനം ആഘോഷിക്കുന്ന പെലെയ്ക്ക് ഇന്ത്യൻ ഫുട്ബോളിന്റെ പ്രത്യേക സമ്മാനം ഒരുക്കുന്നത് AR റഹ്മാനാണ്. നാളെ നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ പെലെയ്ക്കായി AR റഹ്മാൻ ജന്മദിനാശംസാ ഗാനം ആലപിക്കും. സൗരവ് ഗാംഗുലി നയിക്കുന്ന ടോക്ക് ഷോയിലാണ് ഈ ചടങ്ങ്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പെലെയ്ക്ക് ആശംസ നേരാൻ എത്തും. Hey!